നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങളെ സ്വന്തം SB. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നൈസായിട്ടൊരു വലിയ പണി കിട്ടി. എൻ്റെ പ്രിയ സഹോദരൻ ഇന്നലെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഡീസൽ അടിച്ചിരുന്നില്ല അതിൽ. അപ്പോൾ ഞാനിങ്ങോട്ട് വരുന്ന ഒരു ഡീസൽ തീർന്നു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഡീസൽ വണ്ടിക്കകത്ത് നമ്മൾ നോർമലി ഫ്യൂവൽ തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഫില്ല് ചെയ്യുന്നു, ഡീസൽ അടിക്കുന്നു, സ്റ്റാർട്ടാക്കി പോകുന്നു എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചോണ്ടിരുന്ന കാര്യം. പക്ഷേ ഗൈസ് അങ്ങനെയല്ല. നിങ്ങളുടെ വാഹനം ഡീസൽ വാഹനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂവൽ ലെവൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ എൻ്റെ നാട്ടിലെ തന്നെ വർക്ക്ഷോപ്പാണ്, വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അടുത്താണ്. അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടതാണ്. പിന്നെ വർക്ക്ഷോപ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, അതുകൊണ്ട് പുള്ളി വിളിച്ചാൽ വരും. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വണ്ടിക്കകത്ത് ഡീസൽ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഡീസൽ ലെവല് എല്ലാ കാലത്തും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. കാര്യം ഡീസൽ തീർന്നു പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പം ഞാൻ ഒരുപാട് തവണ പമ്പ് ചെയ്ത് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല, വണ്ടി സ്റ്റാർട്ടായില്ല. നിങ്ങളിപ്പോൾ എനിക്ക് എൻ്റെ വീട് തന്നെ അടുത്തായിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പുറത്ത് വെച്ചാണ് ഓഫായി പോകുന്നതെങ്കിൽ, കാട്ടുപ്രദേശത്താണെന്നുണ്ടെങ്കിൽ ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാലും നല്ല പണി കിട്ടും. സോ പുള്ളി ഇപ്പോൾ എന്തായാലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രൊസീജിയർ ചെയ്തിട്ടാണ് പുള്ളി വണ്ടി ഓണാക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ അത് മാത്രമല്ല, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഭാഗത്ത് ഡീസൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. വണ്ടിയുടെ മൈലേജ് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തോട്ടേ ഇരിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടി വഴി കിടക്കേണ്ടി വരും. അപ്പോൾ ജിഷ്ണു ബ്രോ വന്നേച്ച് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് കാണാം. ഉണങ്ങി നോക്കി നമ്മുടെ ജിഷ്ണു ബ്രോ വന്ന് ബോണറ്റ് ലിഫ്റ്റ് ചെയ്തു. എന്നെ ബ്രോ ചെയ്യണ്ടേ? ഇവിടെ വന്നപ്പം ജസ്റ്റ് വണ്ടി മിസ്സായപ്പോഴത്തേന് നൈസായിട്ടൊരു എൻജിൻ ലൈറ്റ് കത്തി, വാർണിംഗ് ലൈറ്റ് കത്തി. എന്നിട്ട് ഓഫായില്ല, ഇങ്ങനെ മിസ്സായി ഇവിടം വരെ വന്നു. അപ്പോൾ നമ്മൾ ഈ ഫിൽട്ടർ അയച്ചിട്ട് നമ്മൾ ഡീസൽ വാങ്ങിക്കും, പെട്രോൾ കൊണ്ടുപോയി പെട്രോൾ മറുപടി ഒപ്പിക്കാം. 1 രൂപ ആണോ? ഇനിയിപ്പോൾ എന്നാ ചെയ്യും ബ്രോ? എടാ ബൈക്കിൽ പോണ്ടോ? ചേടാ മൊത്തത്തിൽ പണിയായല്ലോ. അപ്പോൾ നമ്മൾ പെട്ടിരിക്കുകയാണ്. നമ്മുടെ പമ്പിലെ ഇതിനകത്തുനിന്ന് 1 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ബ്രോയെ കണ്ടു. പുള്ളി നമുക്ക് കുറച്ച് പെട്രോൾ ആ തുണിയിലേക്ക് അയക്കാം, അല്ലെങ്കിൽ തുണിയിലേക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്ലോത്തൊന്ന് പെട്രോളെ മുക്കിയിട്ട് എന്താ ചെയ്യുന്നത് നോക്കാം. ക്രോ അല്ലായിരുന്നു, നമ്മുടെ സ്വന്തം കണ്ണപ്പൻ എന്ന് പറഞ്ഞ പയ്യനാണ്. അപ്പോൾ അവൻ നമുക്ക് കുറച്ച് ഡീസലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അവൻ്റെ പെട്രോൾ വാങ്ങിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാം. അങ്ങനെ നമ്മൾ 10 രൂപയ്ക്ക് പെട്രോൾ വാങ്ങിച്ചിട്ട് അവസാനം കുപ്പി തുണി നനയ്ക്കാൻ തീരുമാനിച്ചു. 10 രൂപയ്ക്ക് ഇതേ ഒരു 100 കുപ്പിയിൽ ഇത്രയും പെട്രോളാണ് നമുക്ക് കിട്ടുന്നത്. ജിഷ്ണൂർ അതുപോലെ ഈ ദാരിദ്ര്യമല്ലേ, ഇത് നനയ്ക്കാൻ വേണ്ടി മാത്രം പോലെ മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കും, എയർ ഫിൽറ്ററിനകത്ത് വെക്കും. അടിക്കണോ? എയർ ഫിൽറ്ററിനകത്തോട്ട് ഇതങ്ങ് അല്ലേ? കയറ്റി വെക്കില്ല, കയ്യിൽ പിടി അമർത്തി വെക്കുള്ളൂ. നമുക്കൊന്ന് അടിച്ചു നോക്കാം ഗൈസ് എന്താവുന്നു. കാലുവാണോ ഗൈസ്? അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി. ഇനി കാലെടുക്കേണ്ട ആവശ്യമുണ്ടോ? കാലെടുക്കേണ്ട ആവശ്യമുണ്ടോ ബ്രോ? കാലെടുക്കേണ്ട ആവശ്യമുണ്ടോ ഇനി? അങ്ങനെ സ്റ്റാർട്ടായല്ലേ? ഇതാണ് എളുപ്പവഴി, ഇതാണ് ഏറ്റവും എളുപ്പവഴി വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള വഴി. ഇത് പമ്പ് പോകുന്നൊക്കെ പറഞ്ഞു, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആണോ? ഈ പമ്പ് പോകണ്ടായിരുന്നല്ലേ? പമ്പ് പോകുന്നൊക്കെ കുറെ കമന്റൊക്കെ വരും. പമ്പൊന്നും അങ്ങനെ പോകുന്നില്ല അല്ലേ? അതായത് നമ്മുടെ ജിഷ്ണു ബ്രോ നമ്മുടെ ഗ്രാൻഡ് ഓട്ടോ ഗ്യാരേജിൻ്റെ ചേർപ്പങ്ങനെ എൻ്റെ വണ്ടി ഫുൾ പണിയുന്ന അവിടെയാണ്. എപ്പോൾ വിളിച്ചാലും പുള്ളി എവിടെയാണെങ്കിലും പറന്നു വരും നമ്മുടെ വണ്ടിയുടെ കേസിന്. നമ്മളെന്നുള്ള ഗ്യാരേജിനെ പറ്റി ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇത് പുള്ളിയുടെ സ്വന്തം ഇഷ്ടയിലോ ഈ വണ്ടിയെ പറ്റി വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബ്രോ താങ്ക് യു. ഓക്കെ, ആ കുപ്പി ഇത് തന്നെയാണ് അമ്മമാർക്ക് കൊടുക്കാം അല്ലേ? അമ്മമാർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വന്ന പെട്രോൾ ഇതേ നമ്മുടെ കണ്ണന് കൊടുക്കുകയാണ്. എടാ ഒഴിച്ചറാ, സമയം ഒഴിച്ചറാ ഓക്കെടാ. ഞങ്ങടാ നീ വെക്കുന്നേ പെട്രോള്? എടാ എടുത്ത് പെട്രോൾ ഉണ്ടോ? അതെടുത്ത് ടാങ്കിൽ ഒഴിക്കടാ. എടാ ഡേഞ്ചറസ് ആ, നീ ടാങ്കിലോട്ട് ഒഴിച്ചേ. എന്നിട്ട് നീ കുപ്പി വെച്ചോ? ടാങ്കിലോട്ട് വെരി ഡേഞ്ചറസ്. അപ്പോൾ നമ്മുടെ കണ്ണൻ നമ്മൾ ഡൊണേറ്റ് ചെയ്ത പെട്രോൾ അവൻ്റെ ടാങ്കിലേക്ക് ഒഴിക്കുകയാണ്. 10 രൂപ പെട്രോൾ വെച്ചാൽ ഇത്രേ കിട്ടത്തുള്ളൂ. ഇത് നഷ്ടമായിട്ടെ, പമ്പിലെന്താ അപ്പോൾ ആ കുപ്പി അവനും എടുത്തു. അപ്പോൾ നമ്മൾ 10 രൂപ ഗൂഗിൾ പേ ഇട്ട് ഇനി യാത്ര പറയും. ഗൈസ്, അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം ഇതാണ്.
നിങ്ങൾ ഡീസൽ വണ്ടിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഫ്യൂവൽ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു കാരണം വെച്ചാലും ഫ്യൂവൽ തീർന്നു പോകാൻ പാടില്ല. തീർന്നു പോയി കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ വീടിനടുത്തായത് കൊണ്ട് എൻ്റെ കാര്യം നടന്നു, ഞാൻ സേഫാണ്. ഇത് മറിച്ച് വാഗമണ്ണിലോ ഇല്ലെങ്കിൽ ഞാൻ പോകുന്ന ഏതെങ്കിലും ഗുദാവിലോ വെച്ചായിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയാൽ. സോ ഗൈസ്, നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ ഡീസൽ വണ്ടിയുടെ ഫ്യൂവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക. സേഫ് ജേണി എല്ലാവർക്കും എല്ലാ ദിവസങ്ങളും നേരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ പറ്റുന്നതൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം SB സൈനിങ് ഓഫ് ഫ്രം മൈ ന്യൂ വ്ലോഗ്.